നമ്മൾ പലപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ആരുമില്ല, ഒന്നുമില്ല. എങ്ങനെയാണ് മുമ്പോട്ട് ഗമിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്? ജീവിതത്തിൻ്റെ വളരെ പരിതാപകരമായ അന്തരീക്ഷത്തിൽ കൂടി പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുന്ന അന്തരീക്ഷമാണ്. സഹായിപ്പാൻ ആരെങ്കിലും ഉണ്ടോ? കൈത്താങ്ങൽ ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുമോ? ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന ചിന്ത പലപ്പോഴും നമ്മെ വളരെയധികം ചോദിക്കുന്ന വിഷയമാണ്. ചിലപ്പോൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോലും വ്യക്തമായിട്ടൊരു മറുപടി കിട്ടുവാൻ കഴിയാതെ പലപ്പോഴും നമ്മൾ കുഴയുന്ന അന്തരീക്ഷവും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരാം. ഒത്തിരി ആശയങ്ങൾ നമ്മുടെ ജനിച്ച് ചിന്തിക്കാൻ പ്രായമായ സമയം മുതൽ ഒത്തിരി ആഗ്രഹങ്ങൾ, ഒത്തിരി താല്പര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ജീവിതത്തിനകത്ത് വളർന്നു വന്നത്. നാം വളരും തോറും നമ്മുടെ ആഗ്രഹം വളർന്നു വരുന്നു. എന്നാൽ ഒരു ഭാഗത്ത് നാം ചിന്തിക്കുന്ന വാക്കാണ്, അത് നടക്കും, എന്നെക്കൊണ്ട് ചെയ്യുവാൻ കഴിയും. അങ്ങനെ ഞാൻ ഒരു വിലപ്പെട്ട അനുഗ്രഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ എല്ലാ മേഖലയ്ക്കകത്ത് അന്തരീക്ഷം മാറിക്കിട്ടുമെന്ന് പ്രതീക്ഷയോടുകൂടിയാണ് നാം പലപ്പോഴും വളർന്നു വരുന്നത്. എന്നാൽ പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിപ്പാൻ തക്ക കഴിയാത്ത നിലയിൽ പലപ്പോഴും അധപ്പതിച്ചു പോകുന്ന അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. മനസ്സ് ക്ഷീണിക്കാം, ഹൃദയം ക്ഷീണിക്കാം, ശരീരത്തിൻ്റെ നാടി നരമ്പുകൾ നിമിത്തം ഡൗൺ ആകാം, ഇനി പറ്റത്തില്ല. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ അങ്ങനെയുള്ള ചിന്തയുള്ളവർക്ക് ഒരു യുവനക്കാരനായ ദൈവദാസ നിലയിൽ ഞാൻ നിങ്ങൾക്ക് ആത്മാവിൽ ഒരു പ്രചോദനം തരികയാണ്. 2 ദിനവൃത്താന്ത പുസ്തകം 22-ാം അധ്യായത്തിൽ 20-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വാക്യം കിടപ്പുണ്ട്. യഹോശാഫാത്ത് യഹൂദയിൽ വാണു തുടങ്ങിയപ്പോൾ യഹോശാഫാത്തിന് 35 വയസ്സായിരുന്നു എന്നാണ്. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യമാണ്. അവിടെ വാക്ക് യഹോശാഫാത്ത് യഹൂദയിൽ വാണു തുടങ്ങിയപ്പോൾ അവന് 35 വയസ്സ് പ്രായമായിരുന്നു. നമ്മൾ ആ വാക്യത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ ഇങ്ങോട്ട് വായിച്ചു വന്നു കഴിഞ്ഞാൽ പ്രതീക്ഷയോടുകൂടെയാണ് പല കാര്യം തുടക്കം കുറിച്ചത്. പക്ഷെ പെട്ടെന്ന് അതിനെ അപഹരിക്കുവാൻ തക്കവണ്ണം 3 ശക്തികൾ കരുത്തുള്ളി തനിക്കെതിരായി വന്നു. തൻ്റെ യൗവന ജീവിതം തിളങ്ങി നിൽക്കുന്നു. താൻ എന്ത് ചെയ്യാൻ തുനിഞ്ഞാലും അത് നടക്കുന്ന രീതിയിലേക്ക് അത് വരുന്നുണ്ട്. തനിക്ക് ദൈവം കൊടുത്ത പരിജ്ഞാനവും വിവേകവും ആരോഗ്യവും കഴിവും സമ്പത്ത് ഉപയോഗിച്ച് തൻ്റെ രാജ്യത്തെ ഡെവലപ്പ് ചെയ്ത്, തൻ്റെ കുടുംബത്തെ ഡെവലപ്പ് ചെയ്ത്, തൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തെ ഡെവലപ്പ് ചെയ്ത് വളരെ പിക്കപ്പായി വളരെ ശ്രേഷ്ഠമായ നിലയിലാണ് കൊണ്ടുവന്നത്. പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡായി പ്രതീക്ഷിക്കാത്തൊരു സമയം വന്നപ്പോൾ ഇതാ മോവാബിയരും അമ്മോന്യരും മെയ്യൂര്യരുമായ ശക്തികൾ തൻ്റെ പ്ലാനുകൾ അഫലമാക്കുവാൻ, തൻ്റെ ആ ചവിട്ടുപടി, താൻ പടവുകൾ ചവിട്ടിക്കയറുന്നതിൻ്റെ ശ്രേഷ്ഠതകളെ ഡൗൺ ആക്കുവാൻ, തകർക്കുവാൻ തക്കവണ്ണം കയറി വരുന്നു. പക്ഷെ തനിക്ക് വേണമെങ്കിൽ യുദ്ധം ചെയ്യാം. മറ്റുള്ളവരെ കൂടെ അതിനെ സപ്പോർട്ട് ചെയ്ത് ഈ ശക്തികളെ ഓടിക്കാൻ തക്കവണ്ണമുള്ള കഴിവ് തനിക്കുണ്ട്. പക്ഷെ പുള്ളിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ കായിക ബലം ഉപയോഗിച്ചാലോ ബുദ്ധിശക്തി ഉപയോഗിച്ചാലോ സാമ്പത്തികമായ നിലവാരത്തിൽ ഞാനത് ഉപയോഗിച്ചാലോ ഒരു കാരണവശാലും അതെനിക്ക് സ്ഥിരമായൊരു വിജയത്തിന് കാരണമായി മാറാൻ സാധ്യതയില്ല. കാര്യം എൻ്റെ സ്വപ്നം സഫലമാകണമെങ്കിൽ, അല്ല എൻ്റെ കുഞ്ഞിലെ സ്വപ്നത്തെ സഫലമാക്കി ഇതുവരെ കൊണ്ടുവന്ന് സ്വർഗസ്ഥനായ ദൈവമായതുകൊണ്ട് അതിൻ്റെ പരിപൂർണതയിലേക്ക് എനിക്ക് വരണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം ഇനിയും ആവശ്യമാണ്. ആ ദൈവത്തിൻ്റെ സഹായം ഇനിയും ആവശ്യമാണെന്ന് തനിക്ക് ബോധ്യമായപ്പോൾ കർത്താവിനോട് സഹായം ചോദിപ്പാൻ ആ സമയത്ത് തുനിഞ്ഞു. ഓർത്തോണം, അസൂയയും മത്സരവും ഇന്ന് തുടങ്ങിയ കാര്യമല്ല. വിലപ്പെട്ട കഴിവുകളും താലന്തുകളും കാഴ്ചപ്പാടുകളും ഉണ്ടെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അവൻ യഹൂദ നാട്ടിൽ അവൻ ഞങ്ങളുടെ ഇടയിൽ വലിയവനായി തീരുമെന്ന് ബോധ്യമായതുകൊണ്ട് സ്വന്തക്കാരും ബന്ധുക്കളും ചാച്ചക്കാരും കൂടെ ശത്രുക്കളും ചേർന്ന് ആ പ്ലാനുകൾ അഫലമാക്കാൻ ആകുന്ന പരിപാടി മൊത്തം ഒപ്പിക്കുമ്പോഴും ഈ രാവിലെ ദൈവമക്കളോട് പറയാം, യഹോശാഫാത്ത് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി
കർത്താവ് ദൈവത്തോട് സഹായം ചോദിപ്പാൻ തക്കവണ്ണം അവൻ താല്പര്യപ്പെട്ടു. ആ സഹായം ചോദിപ്പാൻ ദൈവത്തിനു മുമ്പ് താല്പര്യപ്പെട്ടത് തൻ്റെ ജീവിതത്തിലെടുത്ത വളരെ ശ്രേഷ്ഠ തീരുമാനമായിരുന്നു, ഡിസിഷനായിരുന്നു. ആരോടും താൻ പരാതി പറയാൻ പോയില്ല, ആർക്കും പരാതി കൊടുക്കാനും പോയില്ല, ഒരു നേതാക്കന്മാരെ കാണാൻ പോയില്ല, ആരുടെയും അടുക്കൽ പോയി തന്നെ സഹായം എനിക്ക് അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെന്ന്, അതുകൊണ്ട് നിങ്ങളെന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാൻ പോയില്ല. അതിന് പകരം യഹോവയോട് സഹായം ചോദിപ്പാൻ പോയി. എന്ത് നല്ലൊരു തീരുമാനമല്ലേ! ഇന്ന് രാവിലെ സമയം ഈ ശബ്ദം വിദൂരയിലും ദേശത്തും എവിടെ നിന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പറയാം, നാം ഇന്ന് കടന്നു പോകുന്ന എല്ലാ മേഖലകളും, വിദ്യാഭ്യാസത്തിൻ്റെ നേട്ടങ്ങൾ, വിശേഷാൽ കഴിവുകൾ, താലന്തുകൾ ഇവ ഉപയോഗിപ്പാൻ തക്കണം തുനിയുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഇടയിലുള്ളവർ, നമ്മുടെ കൂടെയുള്ളവർ, നമുക്ക് പരിചയമുള്ളവർ അതിനെ വെട്ടിക്കളയുവാൻ തക്കവണ്ണമാകുന്ന പരിശ്രമങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഇന്ന് രാവിലെ ഒരു വാക്ക് പറയണം: എനിക്ക് സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ഈ യഹോവ എന്ന് വരുന്നു. കർത്താവ് സപ്പോർട്ട് ചെയ്തു. കർത്താവ് പറഞ്ഞു, നിൻ്റെ യൗവനെ കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം ഞാൻ നിനക്ക് നന്മ കൊണ്ട് നിന്റെ നാവിനും നിന്റെ ശരീരത്തിനും മനസ്സിനും നന്മ കൊണ്ട് തൃപ്തനാക്കും. ആ യുവത്വമുള്ള ശക്തി തൻ്റെ അകത്തുനിന്ന് പൊങ്ങി വന്നു. ദൈവ സഹായം കൊടുപ്പാൻ തുനിഞ്ഞു. ശത്രുവിനെ ദൈവം ഇല്ലായ്മ ചെയ്തു. തനിക്ക് വിരുദ്ധമായി നിന്ന സകല ശക്തികളെയും ദൈവം ഉന്മൂലം നാശം ചെയ്തു. 30-ാമത്തെ വാക്യത്തെങ്ങനെ പറയുന്നത്, അവൻ ചുറ്റും വിശ്രാമം കൊടുത്തതുകൊണ്ട് യഹോശാപ്പാത്തിൻ്റെ രാജ്യം അല്ല, യഹോശാപ്പാത്തിൻ്റെ കുടുംബം സ്വസ്ഥമായി, വളരെ സാറ്റിസ്ഫാക്ഷനായി, വളരെ സമൃദ്ധിയായി, വളരെ ആശ്വാസമായി. അങ്ങനെ ദൈവം ലെവൽ മൊത്തം ആശ്വാസമാക്കിയ ശേഷം 31-ാമത്തെ വാക്യത്തിൽ അവൻ വാഴാൻ തുടങ്ങി. ഇന്ന് രാവിലെ അകത്തും വേദന, പുറത്തും വേദന, ആത്മീയ തലത്തിലും ദുഃഖം, സാമ്പത്തിക വിഷയത്തിലും ദുഃഖം, വളരെ പ്രശ്നം അനുഭവിക്കുന്നവർ ഈ ശബ്ദം കേൾക്കുന്ന എനിക്ക് നല്ല ബോധ്യമാണ്. ഞാൻ നിങ്ങൾക്ക് വിലപ്പെട്ടൊരു വെളിപ്പാട് പറയാം. യഹോവയുടെ സഹായം ചോദിപ്പാൻ തുനിയൂ, കർത്താവ് സഹായിക്കും. അവൻ്റെ കൈ നമ്മെ സഹായിപ്പാൻ കുറുകിയിട്ടില്ല, അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. കർത്താവ് സഹായിക്കും. ഞാൻ 100% എൻ്റെ അനുഭവത്തോട് ചേർന്ന വചനത്തെ പ്രസ്താവിക്കുന്നു. ദൈവം സഹായിക്കും. അതുകൊണ്ട് എന്തു പറ്റി? വാഴാൻ തുടങ്ങി. ഈ 2024 ഈ മാസം മുതൽ വാഴാൻ നിങ്ങൾ തുനിയും. ഈ ദൈവശബ്ദങ്ങൾക്ക് ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ പറയാം, ഒരത്ഭുതം നിങ്ങൾ കാണും, ഒരു അതിശയം നിങ്ങൾ കാണും. ദൈവം നിങ്ങൾ അത്ഭുതകരമാക്കി മാറ്റും. ഒരിക്കലും ശൂന്യത നമ്മുടെ ജീവിതത്തിൽ തൊടുവാനോ കാണുവാനോ സ്വർഗസ്ഥന ദൈവം സമ്മതിക്കയില്ല. ധൈര്യപ്പെട്ട് മുൻപോട്ട് പോകാം. പരിശുദ്ധ പിതാവേ, വാഴാനുള്ളവരാണ് ഈ ദൈവശബ്ദം കേൾക്കുന്നത്. ഉയർച്ച പ്രാപിക്കേണ്ടവരാണ് ഈ ദൈവശബ്ദം കേൾക്കുന്നത്. ആത്മീകരാകുവാനും പ്രത്യാശയിൽ പുതുക്കം പ്രാപിക്കേണ്ടവരാണ് ഈ ശബ്ദം കേൾക്കുന്നത്. അവരതിലോട്ട് നയിപ്പാൻ കഴിയാതെ വണ്ണം അവരെ നശിപ്പിക്കുന്ന മോവാബ്യർ, അമോന്യർ, മെയ്യൂർ ശക്തികൾ യഹോശാപ്പാത്തിന് നേരെ വന്നതുപോലെ ഈ ജനത്തിന് മുമ്പ് നിൽക്കുന്ന, ഈ യുവതലമുറ മുമ്പ് നിൽക്കുന്ന ഈ പൈശാചിക സ്വാധീനത്തെ ഞാൻ ഇന്ന് രാവിലെ സമയം യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. നിന്റെ ജനം വിടുവിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പൊതിയണം. ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ധൈര്യമായി നമുക്ക് മുമ്പോട്ട് പോകാം. പ്രാർത്ഥന വിഷയങ്ങളോ എന്തെങ്കിലും കൗൺസിലിങ്ങിന് ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം. തിരുവനന്തപുരം MG കോളേജിന് മുമ്പിൽ, കേശവദാസപുരത്തിന് പരുത്തിപ്പാറയ്ക്കിടയ്ക്ക് MG കോളേജിന് മുമ്പിൽ ഫെയ്ത്ത് അലൈവ് സിറ്റി വർഷിപ്പ് സെൻറ്റർ എന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് സെൻറ്ററുടെ പ്രഭാതത്തിലാണ് ആരാധന. 6:30 മണിക്ക് നിങ്ങളെ ആരാധനയ്ക്ക് കൂടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് കൂടെ ഉണ്ട് കേട്ടോ. അത്ഭുതം ചെയ്യും. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലസ് യു.